Good morning, dear student. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BBA 6th സെമസ്റ്ററിലെ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിൻ്റെ മൊഡ്യൂൾ ഫസ്റ്റ് ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഹോസ്പിറ്റൽ ഈസ് എ കോംപ്ലക്സ് ഓർഗനൈസേഷൻ. ഹോസ്പിറ്റൽ ഒരു ഓർഗനൈസേഷനാണ്. എന്തിനാണ്? ഇറ്റ് മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് വിച്ച് പേഷ്യൻ്റ് ഹെയർ ഈസ് ദ മെയിൻ ഫോക്കസ്. അതായത് നമ്മുടെ പബ്ലിക്കിന് ഒരു ഗുഡ് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ പേഷ്യൻ്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു ഓർഗനൈസേഷനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഓർഗനൈസേഷൻ, ദ ഫങ്ഷൻ ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ ഫോർ ദ പോപ്പുലേഷൻ. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു 2 ലൈൻ മാത്രം നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ചു വെച്ചാൽ മതിയാവും. ഹോസ്പിറ്റൽ എന്താണെന്ന് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി. എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഓർഗനൈസേഷൻ, ദ ഫങ്ഷൻ ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ ഫോർ ദ പോപ്പുലേഷൻ. അതായത് ജനങ്ങൾക്കൊരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ചാപ്റ്ററിലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത് ചിലപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മേ ബി എസ് എ ക്വസ്റ്റ്യനോ ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലെങ്ത് ഓഫ് സ്റ്റേ ഓഫ് പേഷ്യൻറ്റ്. എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേ ഓഫ് പേഷ്യൻറ്റ്? ഇൻ എ ഹോസ്പിറ്റൽ എ പേഷ്യൻറ്റ് റിമെയിൻ ഫോർ എ ഷോർട്ട് ടൈം ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓർ അക്യൂട്ട് ഡിസീസസ്, വൈൽ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്രോണിക് ഡിസീസസ് എ പേഷ്യൻറ്റ് റിമെയിൻസ് ഇൻ എ ഹോസ്പിറ്റൽ ഫോർ എ ലോങ് ടൈം. ഓൺ ദ ബേസിസ് ഓഫ് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ദ ഹോസ്പിറ്റൽ ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു അക്യൂട്ട് കെയർ ഹോസ്പിറ്റൽസ് ആൻഡ് ക്രോണിക് കെയർ ഹോസ്പിറ്റൽസ് റെസ്പെക്റ്റീവ്ലി. അതായത് ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതിനനുസരിച്ച്, അതായത് എത്ര ഡേയ്സ് സ്റ്റേ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ചില ഡിസീസസിന് കുറച്ച് ഡേയ്സ് നമ്മൾ നിന്നാൽ മതിയാവും, ചില ഡിസീസിന് കൂടുതൽ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ലെങ്ത് ഓഫ് സ്റ്റേ ഓഫ് പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. എല്ലാം ക്ലിയർ ആയില്ലേ? ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ ബേസിസ്. എന്താണ് ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ ബേസിസ്? ഹോസ്പിറ്റൽസ് കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ ദ ക്രിറ്റീരിയ ആർ ജനറൽ ഹോസ്പിറ്റൽസ് വിച്ച് ക്യൂർ ഓൾ ടൈപ്സ് ഓഫ് ഡിസീസസ്. ഹവർ they are mainly focused on curing conditions like heart diseases, cancer, ophthalmic, maternity, etc. അതായത് എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ഹെൽത്ത് കെയറും പ്രൊവൈഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ചില ഡിസീസസിന് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, ഒഫ്തമിക്, മാറ്റർനിറ്റീന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെ ക്ലിനിക്കൽ ബേസിസുമായിട്ട് കാറ്റഗറൈസ്ഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആണ് നമ്മൾ ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. അതായത് ഹോസ്പിറ്റൽ കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ ക്രിറ്റീരിയ ആർ ദ ഫോളോയിങ് ടൈപ്സ്. അതായത് 4 തരത്തിലുള്ള ഓണർഷിപ്പ് ആൻഡ് കൺട്രോളിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരത്തിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒന്ന് പബ്ലിക് ഹോസ്പിറ്റൽ, ദെൻ വോളണ്ടറി ഹോസ്പിറ്റൽ, പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ് ആൻഡ് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്. എന്താണ് പബ്ലിക് ഹോസ്പിറ്റൽസ്? ദിസ് ഹോസ്പിറ്റൽസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ ബോഡീസ് ഓൺ നോൺ കൊമേഴ്സ്യൽ ലൈൻസ്. അതായത് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ്റിൻ്റെ കീഴിലോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കും പബ്ലിക് ഹോസ്പിറ്റൽ. Then voluntary hospitals. These hospitals are recognized or combined under the Society Registration Act 1860 or Public Trust Act 1882 or any other act of central or state government. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആക്ട് അനുസരിച്ച്, പബ്ലിക് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് 1882 ഇതിൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ വോളണ്ടറി ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ദേ ആർ സപ്പോർട്ടഡ് ബൈ ദ പബ്ലിക് ഓർ പ്രൈവറ്റ് ഫണ്ട്സ് ഓൺ നോൺ കൊമേഴ്സ്യൽ ബേസിസ്. അത് പബ്ലിക്കിനെയും പ്രൈവറ്റിനെയും നോൺ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തന്നെയാണ് പ്രൈവറ്റ് നേഴ്സിംഗ് ഹോംസ്.
These are regulated by an individual doctor on a group of doctors on a commercial basis. Patients suffering from infirmity, advanced age, illness, injury, chronic disability, etc. are admitted here. However, patients having communicable diseases, alcoholism, drug addiction or mental illness are treated. അതായത് പ്രൈവറ്റ് നേഴ്സിംഗ് ഹോംസ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സോ ഒന്നിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നേഴ്സിംഗ് ഹോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്. These hospitals are public limited companies running on commercial lines and formed under the Companies Act. അതായത് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസാണ്. ഓക്കെ, ദെൻ ഇതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് ആൻഡ് കൺട്രോളിൻ്റെ ബേസിൽ ആരെയൊക്കെ കീഴിൽ വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നെക്സ്റ്റ് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ടീച്ചിങ് കം റിസർച്ച് ഹോസ്പിറ്റൽസ്, ജനറൽ ഹോസ്പിറ്റൽ, സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് ആൻഡ് ഐസൊലേഷൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, ടീച്ചിങ് കം റിസർച്ച് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഹോസ്പിറ്റൽ ഹാവിങ് എ കോളേജ് ഓർ എഡ്യൂക്കേഷൻ ഓഫ് മെഡിക്കൽ, നേഴ്സിംഗ്, dental or pharmacy. Teaching the major aim of these hospitals and the profession health care is secondary. അതായത് ഈ ഹോസ്പിറ്റലിന് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷനാണ്. അതായത് മെഡിക്കലും നേഴ്സിങ്ങിനും വേണ്ടിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന കോളേജിനെയാണ് നമ്മൾ ടീച്ചിങ് കം റിസർച്ച് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ദെൻ ജനറൽ ഹോസ്പിറ്റൽ. ദിസ് ഹോസ്പിറ്റൽ ഹെൽപ്പ് ഫോർ ക്യൂറിങ് ദ കോമൺ ഡിസീസസ്. ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എല്ലാ ഡിസീസസിനെയും ക്യൂർ ചെയ്യാൻ പറ്റിയ, അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, PHC ഓഫ് റൂറൽ ഹോസ്പിറ്റൽസ്, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ജനറൽ ഹോസ്പിറ്റലിന്. ദെൻ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. ദിസ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് മെഡിക്കൽ ആൻഡ് നേഴ്സിംഗ് കെയർ ഫോർ ആൻ ഡിസിപ്ലിൻ ഓർ ഡിസീസസ് ഓർ കണ്ടീഷൻ ഓഫ് ആൻ സിസ്റ്റം. സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം, അതിപ്പം ഹാർട്ടിൻ്റെ ആയിക്കോട്ടെ, കാർഡിയോ, മെൻ്റൽ ഹെൽത്ത് ആയിരിക്കട്ടെ, ഓങ്കോളജി ആയിരിക്കട്ടെ, ഇങ്ങനെ മാറ്റേണൽ ആയിരിക്കട്ടെ, ഇതിൽ ഏതെങ്കിലും ഒന്നിനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. ദെൻ ഐസൊലേഷൻ ഹോസ്പിറ്റൽ. ദിസ് ഹോസ്പിറ്റൽ ട്രീറ്റ് പേഷ്യൻ്റ് ഹു ആർ സഫറിങ് ഫ്രം ഇൻഫെക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ടു ഐസൊലേറ്റഡ് എപ്പിഡെമിക് ഡിസീസസ് ഹോസ്പിറ്റൽ. ഐസൊലേഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു അതായത് പേഷ്യൻ്റ് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷന് സഫർ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഒരു രോഗമായിരിക്കണം. അതിനെ ഐസൊലേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ഐസൊലേഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൈസ്. അതായത് അതിൻ്റെ കീഴിലും നമുക്ക് ടീച്ചിങ് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് വരുന്നുണ്ട്. അതായത് സൈസിനെ ബേസ് ചെയ്തിട്ട് ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 500 ബെഡ്സ് ആൻഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഡിപ്പെൻഡിങ് ടു ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലുള്ളത്. അവിടെ 500 ബെഡ്സ് ഉണ്ടാവും. ദെൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ 50 ബെഡ്സ് ആൻഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അപ്പോൺ 300 ഡിപ്പെൻഡിങ് ഓൺ ദ പോപ്പുലേഷൻ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ 50 ബെഡ്സ് ഉണ്ടാവും, അത് ഡിപ്പെൻഡിങ് ഓൺ 300 ആണ് പറയുന്നത്. ദെൻ താലൂക്ക് ഹോസ്പിറ്റൽ 50 ബെഡ്സ് ആൻഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ പോപ്പുലേഷൻ, അവിടെയും 50 ബെഡ്സ് ഉണ്ടാവും. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ 6 ബെഡ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അപ് ടു ഡിപ്പെൻഡിങ് ഓൺ ദി നീഡ്സ്. പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ 6 ബെഡ്സ് എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആറാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മാനേജ്മെൻറ്റ്. ഓക്കെ, മാനേജ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റൽ നെക്സ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ദിസ് ഹോസ്പിറ്റൽസ് ആർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ യൂണിയൻ ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. രണ്ടാമതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ദിസ് ഹോസ്പിറ്റൽ കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിഷറി. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ്. ദെൻ ലോക്കൽ ബോഡീസ്. ദിസ് ഹോസ്പിറ്റൽസ് ആർ മാനേജ്ഡ് ബൈ ദ ലോക്കൽ ബോഡീസ് സച്ച് ആസ് മുനിസിപ്പൽ കോർപ്പറേഷൻ. അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അടിസ്ഥാനത്തിൽ വരുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത്. ഇതിനെ മാനേജ് ചെയ്യുന്നത് ലോക്കൽ ബോഡീസ് തന്നെയായിരിക്കും. ദെൻ autonomous bodies. These hospitals are formed under special act of parliament or state legislation. അതായത് പാർലമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ്റെയോ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ഓട്ടോണമസ് ബോഡീസ് എന്ന് പറയുന്നത്.
ദെൻ പ്രൈവറ്റ്. ദിസ് ഹോസ്പിറ്റൽസ് ആർ റൺ ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഓർഗനൈസേഷൻ. അതായത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് വേറൊരു വ്യക്തിയുടെ കീഴിൽ വരുന്ന ഒരു ഹോസ്പിറ്റൽ, അതിനാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദെൻ വോളണ്ടറി ഏജൻസീസ്. ദീസ് ഹോസ്പിറ്റൽസ് ആർ റൺ ബൈ എ വോളണ്ടറി ബോഡി, എ ട്രസ്റ്റ്, അല്ലെ ചാരിറ്റബിൾ സൊസൈറ്റി. അതായത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിലോ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലോ വരുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ വോളണ്ടറി ഏജൻസീസ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ മെഡിസിൻസ് നമുക്ക് തരുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് അലോപ്പതി ഹോസ്പിറ്റലുണ്ട്, ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്, ഹോമിയോപ്പതി ഹോസ്പിറ്റലുണ്ട്, യുനാനി ഹോസ്പിറ്റലുണ്ട്, ആൻഡ് ഹോസ്പിറ്റൽ ഓഫ് അതർ സിസ്റ്റം ഓഫ് മെഡിസിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിത് എളുപ്പത്തിൽ ബൈ ഹാർട്ട് ചെയ്യാൻ ഈ മെഡിസിൻസിനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വേർഡ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ആയുഷ്. എന്താണ് ആയുഷ്? എ എന്ന് പറയുന്നത് എ സ്റ്റാൻഡ് ഫോർ ആയുർവേദ, ദെൻ വൈ യോഗ, യു യുനാനി, എസ് സിദ്ധ, എച്ച് ഹോമിയോപ്പതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മെഡിസിൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏഴാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഉറപ്പായിട്ട് ഇതൊരു 8 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെയോ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് മറക്കാതെ പഠിക്കുക. ഹോസ്പിറ്റൽ എന്ന ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻസ് ബേസ്ഡ് ഓൺ ദ ഹോസ്പിറ്റൽസ്. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് PHSCs ആൻഡ് CHSCs. PHSC CHSCs എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. PHSC എന്ന് പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. എന്താണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ? These are the first interaction point between the medical officer and the village community due to its importance in rural health care delivery. The center of the state and other government and non-government agencies have begun establishing primary health centers and health manpower in the rural areas. അതായത് റൂറൽ ഏരിയാസിനെയാണ് മോസ്റ്റ്ലി ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ഗവൺമെൻറ് പ്രോഗ്രാമാണ്. അതിനെയാണ് നമ്മൾ PHSCs എന്ന് പറയുന്നത്. A PHSC should be managed by at least one medical officer along with the 40 paramedical officers and other staff. There can be 2 extra staff nurses and conduct basis of PHSC as per the norms of National Health Mission. അതായത് ഒരു PHSC നടത്തണമെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു മെഡിക്കൽ ഓഫീസർ എങ്കിലും ഉണ്ടായിരിക്കണം. Then along with the 14 paramedical officers and other staff. Then 2 extra staff nurses 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം ഒരു PHSCയിൽ. They also provide family welfare services and schemes. ആൻഡ് PHSCs നമുക്ക് വെൽഫെയർ സർവീസസും സ്കീംസും ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് CHSCs. എന്താണ് CHSC? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ദേ സെൻറ്റേഴ്സ് ആസ് ദ ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് ഫോർ PHSCs. They are established and regulated by the state government under the BMS programs. A CHSC operated by 4 medical offices. അതായത് CHSC എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ഒരു കമ്മ്യൂണിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അവിടെ കുറഞ്ഞത് 4 മെഡിക്കൽ ഓഫീസർ എങ്കിലും ഉണ്ടാവണം. അതായത് 4 മെഡിക്കൽ ഓഫീസറിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു സർജൻ ഉണ്ടായിരിക്കണം, ഒരു ഫിസിഷ്യൻ ഉണ്ടായിരിക്കണം, ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം, ആൻഡ് ഒരു പീഡിയാട്രിഷ്യൻ ഉണ്ടായിരിക്കണം. ഈ 4 പേരെങ്കിലും മെഡിക്കൽ ഓഫീസറായിട്ട് CHSCയിൽ ഉണ്ടായിരിക്കണം. along with 21 paramedical officers and other staff. The CHO should be have at least 30 beds. അതായത് ഒരു CHSCയിൽ അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് ഹോസ്പിറ്റൽ, എന്താണ് പബ്ലിക് ഹോസ്പിറ്റൽ, എന്താണ് ജനറൽ ഹോസ്പിറ്റൽ, ഹൂ ഈസ് മെഡിക്കൽ സ്റ്റാഫ്, ദെൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്താണ്, PHS CHSCs എന്താണ്. ഇത് ഓൾമോസ്റ്റ് നമ്മളിതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ഹോസ്പിറ്റലും എസ് എ ക്വസ്റ്റ്യൻസും നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ആണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്നും വിചാരിക്കുന്നു. താങ്ക് യു.